ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷസ് കോർണർ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചായക്കടയിലെ പലഹാരം ചെറുപയർ സുഗിയോൺ റെസിപ്പി ആയിട്ടാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. 1.5 കപ്പ് ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുത്തതാണ്. പിന്നീട് എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. പിന്നെ ആവശ്യത്തിന് ശർക്കര, അത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് എടുക്കാവുന്നതാണ്. 2 ഏലക്ക, 1 നുള്ളു ഉപ്പ്, 1 കപ്പ് മൈദയ്ക്ക് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം ശർക്കര ഉരുക്കിയെടുക്കണം. ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കുക്കർ വെച്ച് കൊടുത്തു. അതിലേക്ക് മുളപ്പിച്ച ചെറുപയറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുളപ്പിച്ച ചെറുപയർ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുപയർ വറുത്തിട്ടാണ് എല്ലാവരും ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഞാൻ ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസൽ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചെറുപയർ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെറുപയർ വേവിച്ച വെള്ളത്തിൽ ഞാനൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് ഊറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ചെറുപയർ നല്ലപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ആ സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. കൂടുതൽ ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു പാകമാണ്. ഉടച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തു. അതിലേക്ക് ഫിൽറ്റർ ചെയ്തിട്ടാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 4 മിനിറ്റ് നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയതുപോലെ തോന്നും. പക്ഷെ നമുക്കത് വെള്ളം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കാൻ പറ്റും. നമ്മളിതിലിട്ടിരിക്കുന്ന തേങ്ങ ചിരകിയതും ചെറുപയറും നന്നായിട്ട് തന്നെ ആ ശർക്കരപ്പാനിയിൽ കിടന്ന് വേകണം. ആ ഒരു മധുരം നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്നത്. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. ശേഷം നമുക്കിതൊന്ന് കുറുകിയ ശേഷമാണ് ഏലക്കയും ജീരകവും പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സുഗിയോൺ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇനി കുറച്ചും കൂടി കുറുകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ട്രേയിലോട്ട് മാറ്റാം.
ഒരു കടായി വെച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചെറുപയർ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണ്ട സൈസിൽ നിങ്ങൾക്ക് ബോളുകളാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ എണ്ണയിൽ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണ പലഹാരം ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്ററിലോട്ട് ഓരോരോ ബോളുകളായി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മാവ് കൊണ്ട് കവർ ചെയ്തെടുക്കണം. പിന്നീട് എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ട് തന്നെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ചെറുപയർ മിക്സ് നല്ലപോലെ കുക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറമേയുള്ള ആ ഒരു ബാറ്ററാണ് നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടേണ്ടത്. ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലപോലെ പുറമേ ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസൊക്കെയും ഞാൻ ഈ ബാറ്ററിലോട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സുഗിയോൺ. കുറച്ച് വെറൈറ്റിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചെറുപയർ മുളപ്പിച്ച് ആരും ഉണ്ടാക്കാറില്ല. എല്ലാവരും ഉണ്ടാക്കുന്നത് ചെറുപയർ വറുത്തിട്ടാണ്. അതും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പക്ഷേ ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.